അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 17/10/2025 ബറക്കാത്തിൻ മിനസ് സമാ എന്ന ശീർഷകത്തിൽ ആകാശത്തു നിന്നും അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതിനെ പറ്റിയാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആ നാട്ടുകാർ വിശ്വസിക്കുകയും അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശ ഭൂമികളിൽ നിന്നുള്ള അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. നാം അല്പം മുമ്പ് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിച്ചു. റബ്ബിനോട് ആകാശത്തു നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ചു തരാൻ ദുആ ചെയ്തുകൊണ്ട്, അള്ളാഹു നമുക്ക് മേൽ മഴ വർഷിപ്പിച്ചു തരാൻ കഴിവുള്ളവനാണ് എന്ന ദൃഢവിശ്വാസത്തോടുകൂടെയാണ് ആകാശങ്ങൾ ആ മേഘങ്ങളെ നമുക്ക് മേൽ മഴയായി വർഷിക്കുന്നത്. അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരമാണ്. ആകാശത്തു നിന്നും മഴത്തുള്ളികൾ വർഷിക്കുന്നത് റബ്ബിൻ്റെ കൽപ്പന പ്രകാരമാണ്. അവനിൽ നിന്നുള്ള അനുഗ്രഹം നമുക്ക് മേൽ അവൻ ചൊരിഞ്ഞു തരുകയാണ്. ഭൂമിയെ അവൻ ആ മഴ കൊണ്ട് ജീവിപ്പിക്കുകയാണ്. അനുഗ്രഹങ്ങൾ ഭൂമിയിൽ മുളപൊട്ടുകയാണ്. പഴവർഗ്ഗങ്ങളും ചെടികളും സസ്യലതാദികളുമൊക്കെ. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറകം ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്. നാം ആകാശത്തു നിന്നും അനുഗ്രഹീതമായ ജലഗണങ്ങളെ ഇറക്കിത്തന്നു. ആ ജലഗണങ്ങളിൽ നിന്ന്, മഴയിൽ നിന്ന് നാം ഉദ്യാനങ്ങളെ, അതോടൊപ്പം തന്നെ ധാന്യങ്ങളെ, വിത്തുകളെയൊക്കെ മുളപ്പിക്കുകയും വളർത്തുകയും ചെയ്തു. ആകാശത്തു നിന്നും ഇറങ്ങുന്ന ആ മഴ അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ്. ഭൂമി അതുകൊണ്ടിട്ടാണ് കായ്ക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്യുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ലൈസത്ത് സനത്തു അയൽ ജദുബു ബി അല്ലാ തുംതിറു വലാകിൻ സനത്തു അൻ തുംതറു വതുംതറു വലാ തുംബിത്തുൽ അർദു ഷൈആ. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ മഴ വർഷിക്കാതിരിക്കൽ മാത്രമല്ല, മഴ വർഷിക്കുന്നു, പിന്നെയും മഴ വർഷിക്കുന്നു, പക്ഷേ ഭൂമി അതുകൊണ്ടിട്ട് തളിർക്കുകയോ കിളിർക്കുകയോ ചെയ്യുന്നില്ല. ഭൂമിയിൽ ആ മഴ പെയ്യുന്നത് കാരണമായിക്കൊണ്ട് സസ്യങ്ങളും ചെടികളും കൃഷികളും ധാന്യങ്ങളും ഒന്നും വളർന്നു വരുന്നില്ല എങ്കിൽ അതാണ് ക്ഷാമം, അതാണ് ദാരിദ്ര്യം എന്ന് അവിടെ നിന്ന് നമ്മളോട് പറയുകയാണ്. ചില ചെറിയ മഴകൾക്ക് തന്നെ ഭൂമി വല്ലാതെ ഫലഭൂയിഷ്ടമാകും. ചെടികളും മരങ്ങളും ഒക്കെ ഇടതൂർന്ന് വളർന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതുകൊണ്ട് എല്ലാ സമൃദ്ധിയും തരും. നാം ആ ആകാശത്തു നിന്നും ലഭിക്കുന്ന അനുഗ്രഹം എപ്പോഴും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. നാം അനുഗ്രഹീതരാകാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. മഹാനായ നൂഹ് അലൈഹിസ്സലാം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറയുന്നത്, അവർ അള്ളാഹുവിനോട് പറഞ്ഞു, വഖുർ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക്ക. അള്ളാഹുവെ, അനുഗ്രഹീതമായ സ്ഥലത്ത് എന്നെ നീ ഇറക്കണമേ എന്ന്. ആ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിച്ചു. അവർക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അവരുടെ സന്താന പരമ്പരകളിലൂടെയായി ആ അനുഗ്രഹം അള്ളാഹു വളരെ വിശാലമാക്കി കൊടുത്തു. വബാറക്നാ അലൈഹി വഅല ഇസ്ഹാഖ്. അവരുടെ മേലിലും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ മേലും നാം ബറക്കത്ത് ചൊരിഞ്ഞു. ഇത് മഹാനായ ഈസൽ മസീഹ് ബിൻ മറിയം അലൈഹിസ്സലാം അവർ പറഞ്ഞു, വജഅലനി മുബാറക്കൻ ഐനമാ കുന്ത്. എന്നെ എൻ്റെ റബ്ബ് ഞാൻ എവിടെയാണെങ്കിലും അനുഗ്രഹീതനാക്കി. ജനങ്ങൾക്ക് അവിടുന്ന് എവിടേക്ക് തിരിഞ്ഞാലും അനുഗ്രഹമാണ്. എല്ലാ നന്മകളുടെയും വിളനിലമാണ് മഹാനായ ഈസ നബി അലൈഹിസ്സലാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ബറക്കാത്ത് ലഭിക്കുക? നാം അതിന് ഒന്ന് ഹൃദയ ശുദ്ധിയുള്ളവരാകണം. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ
എപ്പോഴും സുതാര്യമാകണം. നമുക്കിടയിൽ നാം കാരുണ്യത്തോടുകൂടെ പെരുമാറണം. നമ്മുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം നിസ്കാരം കൊണ്ടിട്ടാകണം. നാം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരൽപ്പം രാവിലെ പ്രഭാതത്തിൽ പാരായണം ചെയ്യണം. ഫഖ്റഉ മാ തയസ്സറ മിൻ. എന്നാൽ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കും. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ ലിയതദബ്ബറു ആയാതിഹി. അനുഗ്രഹീതമായ ഗ്രന്ഥത്തെയാണ് നാം നിങ്ങൾക്ക് മേൽ അവതരിപ്പിച്ചിട്ടുള്ളത്, അതിലെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. നമ്മുടെ സമ്പത്തിൻ്റെ സക്കാത്ത് നമ്മൾ കൃത്യമായി കൊടുത്തു വിട്ടണം. അപ്പോൾ അള്ളാഹു നമുക്ക് ബറക്കത്ത് ചൊരിഞ്ഞു തരും. നാം അതിൽ വീഴ്ച വരുത്തുമ്പോൾ നമ്മുടെ ബറക്കത്ത് ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നതടക്കം അള്ളാഹു തടഞ്ഞു വെക്കും. ഹദീസിൽ കാണാം, മാ മന ഖൗമുനു സക്കാ ഇല്ലാ മനഅഹുമുല്ലാഹുൽ ഖത്തറ മിനസ്സമാ. ഒരു ജനത അവരുടെ സക്കാത്ത് തടഞ്ഞു വെക്കുന്നില്ല, ആകാശത്തു നിന്നും വർഷിക്കുന്ന മഴയെ അള്ളാഹു അവർക്ക് തടഞ്ഞു വെച്ചിട്ടൊഴികെയെന്ന്. ബറക്കത്തിൻ്റെ സമയങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ അതിരാവിലെ തുടങ്ങുമ്പോൾ അതിൽ ബറക്കത്തുണ്ടാകും. നബിതങ്ങളുടെ ദുആയിൽ നമ്മൾ ഉൾക്കൊള്ളും. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ. അവിടുത്തെ പ്രാർത്ഥനയാണ്, അള്ളാഹു എൻ്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ എന്ന്. നാം പരിശുദ്ധരും സത്യസന്ധരുമാകണം ഇടപാടുകളിലൊക്കെ. കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ എപ്പോഴും ചേർക്കണം. നമുക്കിടയിൽ നമ്മുടെ വീടുകളിലും നാം സലാമിനെ വ്യാപിപ്പിക്കണം. അപ്പോൾ നമ്മുടെ കുടുംബത്തിലും അനുഗ്രഹം എപ്പോഴും നിറഞ്ഞു നിൽക്കും. നബിതങ്ങൾ പറഞ്ഞു, ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം. നീ നിൻ്റെ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർക്ക് നീ സലാം പറഞ്ഞ് ചൊല്ലണം. എന്നാൽ യകൂനു ബറക്കത്തൻ അലൈക വഅല അഹ്ലി ബൈതിക്. അത് നിനക്കും നിൻ്റെ കുടുംബാംഗങ്ങൾക്കും ബറക്കത്താകുമെന്ന് നബിതങ്ങൾ പറയാൻ. റബ്ബിനോട് അവൻ്റെ ബറക്കത്ത് നമുക്ക് ചൊരിഞ്ഞു തരാൻ വേണ്ടി ദുആ ചെയ്യുകയും വേണം. റബ്ബിനോട് നാം ബറക്കത്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങനെയായിരുന്നു? അവിടുന്ന് കൂടുതലായിക്കൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കും, വബാരിക് ലനാ ഫീമാ അഅ്തൈത്. അല്ലാഹുവേ, നീ എനിക്ക് തന്നതിലൊക്കെ ബറക്കത്ത് ചെയ്യണമേ എന്ന്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിൽ ബറക്കത്ത് ചെയ്യട്ടെ, വീടുകളിൽ ബറക്കത്ത് ചെയ്യട്ടെ, സമയങ്ങളിൽ ബറക്കത്ത് ചെയ്യട്ടെ, ആയുസ്സിൽ ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹു ഞങ്ങൾക്ക് നീ ആരോഗ്യവും ആഫിയത്തും നൽകണമേ. സന്താനങ്ങളിലും സമ്പത്തുകളിലും മാതാപിതാക്കളിലും ഭാര്യ ഇണകളിലും നീ അനുഗ്രഹം ചൊരിഞ്ഞു തരണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും രക്തബന്ധങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും രാജ്യത്തും ഞങ്ങൾക്ക് നീ നൽകിയതെന്തൊക്കെയുണ്ടോ അതിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണമേ. വിനയാന്വിതരായി നിൻ്റെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നിലേക്ക് കൈയുയർത്തുകയാണ്. ഞങ്ങളെ നീ നിരാശരാക്കരുത് റഹ്മാനെ. എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കൊന്നേൽ നീ എപ്പോഴും ചൊരിഞ്ഞു തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.